हरे कृष्णा सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवन परेशन की जय। ഓം ശ്രീ മാത്രേ നമഃ. ഗുരുവായൂർ മഞ്ജരീസിന്റെ സ്കന്ദപുരാണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. வாங்க தலைவரே, உள்ள வாங்க. பாத்தியா, இத்தனை நாள் கூப்பிட்டுட்டு இப்ப லைவ் கிளாஸ்ல வர சொன்னீங்க. உட்காருங்க. ஒரு 1 hour, ஒரு மினிட். எப்போ கிளம்பணும்? சீக்கிரம் முடிச்சுக்கலாம். ஸ்டார்டிங் தானே. ஸ்கந்த புராணம் உங்களுடைய இன்னைக்கு இதில் ஸ்கந்த சஷ்டி ஆரம்பிச்சிட்டேன்ல, அதனால இன்னைக்கு ஸ்கந்த புராணம் ஸ்டார்ட் பண்ணிட்டாங்க. சாரங்க ஃபுட்டு காஃபி டீ എന്തെങ്കിലും എനിക്ക് പെട്ടെന്ന് ഗസ്റ്റ് வணக்கம் தலைவரை, கொண்டு வந்துட்டீங்க கடைசியில. நீங்க கொண்டு வந்துட்டீங்க கடைசியில, வர வச்சுட்டேன். சரி, ஒரு 1/2 hourல முடிச்சிடலாமா? ஒரு 1/2 hour வெயிட் பண்றீங்களா? அப்படி ഇല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മുരുകന്റെ വലിയൊരു ഭക്തൻ തന്നെ എനിക്ക് ഗസ്റ്റ് ആയിട്ട് വന്നു. ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലാസ് തുടങ്ങാം. हरे कृष्णा सर्वम कृष्णार्पणमस्तु. प्रभुपाद की जय, गुरु महाराज की जय, राधा पवन परेशन की जय. ओम श्री मात्रे नमः. ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 9342249491. എല്ലാവർക്കും അറിയാം, നമ്മൾ തിരുപ്പതിയിൽ അന്നദാനം കൊടുക്കുന്നുണ്ട് അല്ലേ. അതിലേക്ക് ഇനിയും അന്നദാനങ്ങൾ ആവശ്യമുണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഉടനെ പോയിട്ട് അന്നദാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. സ്കന്ദഷഷ്ടി വരെയാണ്. സ്കന്ദഷഷ്ടിയോടനുബന്ധിച്ചും നമ്മൾ അന്നദാനം കൊടുക്കുന്നുണ്ട്. അന്നദാനം മഹാദാനമാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അതിനേക്കാൾ മഹത്തരമായ ഒരു ദാനമില്ല എന്നുള്ളത് നമ്മൾ പല പല ക്ലാസ്സുകളിലും പല പല ഗ്രന്ഥങ്ങളിലൂടെയും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ പട്ടിണി പാവങ്ങൾക്കും അന്നം ആവശ്യമുള്ളവർക്കും അന്നം വിളമ്പിക്കൊണ്ടാണ് മഞ്ജരീസ് മുന്നേറുന്നത്. ഇത്ര കാലവും എല്ലാവരുടെയും വലിയ വലിയ സപ്പോർട്ട് മഞ്ജരീസിന് ഉണ്ടായിരുന്നു. നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ആ ഒരു അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും എവിടെയും ഉണ്ട് എന്നുള്ളത് പലരുടെ മെസ്സേജിലൂടെയും നമുക്ക് തെളിഞ്ഞു കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പം ഇനിയും എല്ലാവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ആകുലതകളും എല്ലാം ഭഗവാൻ മാറ്റിത്തരട്ടെ. ഇന്നലെ വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഗീതയായിരുന്നു. പക്ഷെ ഇന്നിപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കന്ദപുരാണമാണ്. മഞ്ജരീസിലൂടെ ആദ്യമായിട്ടാണ് സ്കന്ദപുരാണം പഠിക്കുന്നത് അല്ലെ. അപ്പൊ സ്കന്ദപുരാണത്തില് നമുക്ക് ഒരുപാട് ഖണ്ഡങ്ങളായിട്ടാണ് സ്കന്ദപുരാണം ഉള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണം. വളരെ രഹസ്യമായിരിക്കുന്ന കുറെ ചരിത്രമാണ് സ്കന്ദപുരാണത്തിലൂടെ. സ്കന്ദപുരാണം എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കുന്നത് മുരുകനെ കുറിച്ചുള്ള കുറച്ച് കഥകളായിരിക്കും എന്നാണ്. പക്ഷേ നമ്മൾ സ്കന്ദപുരാണം എടുക്കുമ്പം ബേസ്മെന്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവർക്കും അറിയാം മുരുകന്റെ അമ്മ ആരാണ്? പെട്ടെന്ന് പറയൂ. എനിക്ക് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. മുരുകന്റെ അമ്മ ആരാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്തിടൂ. ആരാണ് മുരുകന്റെ അമ്മ? വേഗം വേഗം പറഞ്ഞാൽ നമുക്ക് വേഗം വേഗം ക്ലാസ് മുന്നോട്ട് പോവാം. സൂര്യലത മാതാജിയുടെ മകൾ താരയുടെ ഹാരമാണ് ഭഗവാന്റെ കഴുത്തിലുള്ളത്. സ്കന്ദന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും ത്രിവേണിയമ്മ വന്നു. ഷഷ്ടി മുടങ്ങാതെ എടുക്കുന്ന എനിക്കറിയാവുന്ന ഒരാളാണ് ത്രിവേണിയമ്മ. മുരുകന്റെ അമ്മ എന്ന് പറയുന്നത് പാർവതീ ദേവിയാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് സ്കന്ദപുരാണത്തിലെ 1ാമത്തെ ഖണ്ഡമാണ്, അതായത് സംഭവകാന്ഡം. ഓർത്തിരിക്കുക, സംഭവകാന്ഡത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഭഗവാന്റെ മഹേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തപരിപാലകനാണ്. എല്ലാ ദേവീദേവന്മാരും ഭക്തപരിപാലകർ തന്നെ. എങ്കിലും മഹാദേവൻ എന്ന് പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയുമാണ്, ക്ഷിപ്രകോപിയുമാണ്. വളരെ രസകരമായിട്ട് സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. അത് അതുപോലെ കേൾക്കണം കേട്ടോ. അപ്പോ ഭക്തപരിപാലകനായിരിക്കുന്ന ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ഹൃദയം വളരെ വളരെ സോഫ്റ്റ് ആണ് അല്ലെ. ആ ഭഗവാന്റെ ഹൃദയം പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വാസസ്ഥാനമായിരിക്കുന്ന കൈലാസവും അദ്ദേഹത്തിന്റെ ഹൃദയം പോലെ വളരെ സോഫ്റ്റ് ആണ്. അപ്പോ പരിശുദ്ധിയുടെയും പവിത്രതയുടെയും ഒരു പര്യായം തന്നെയാണ് മഹാദേവനും കൈലാസവും. അങ്ങനെ ഇരിക്കെ തൃക്കണ്ണുകളും ചതുർഭുജങ്ങളും, ചതുർഭുജം എന്ന് പറഞ്ഞാൽ 4 കൈകളോടുകൂടിയും തൃക്കണ്ണോടുകൂടിയും
നല്ല പൊന്നിന്റെ നിറത്തോടു കൂടിയുള്ള ശരീരത്തോടു കൂടിയും നമ്മുടെ നന്ദികേശ്വരൻ, ശ്രീ നന്ദികേശ്വരൻ കയ്യിലൊരു സ്വർണത്തിന്റെ ദണ്ഡുമായിട്ട് കൈലാസത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. മനസ്സിലായി? അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ്. നമ്മുടെ നന്ദീശ്വരൻ കൈലാസത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കാവൽ നിൽക്കുന്ന സമയത്ത് പ്രളയം വന്നു കഴിഞ്ഞാൽ പോലും ഇളക്കം തട്ടില്ല. അത്രയും ശക്തമായ മഞ്ഞുമലയുടെ നടുവില് ഇങ്ങനെ എന്താ പറയാ, കനകമണികൾ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ സ്വർണ്ണമണികൾ പോലെ, അതുകൊണ്ട് ഇങ്ങനെ സ്വർണ്ണമണികൾ കൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഗോൾഡൻ ടെമ്പിൾ, ഒരു സുവർണ ക്ഷേത്രമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അതൊരു സുവർണ ക്ഷേത്രം തന്നെയാണ്. ഒരു ഫുൾ ഗോൾഡിന്റെ മണികൾ കൊണ്ട്, രുദ്രാക്ഷ മണികൾക്ക് പകരം ഗോൾഡിന്റെ മണികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രം പോലെയാണ് കൈലാസമുള്ളത്. അങ്ങനെ ഇരിക്കെ അതിനുള്ളില് ക്ഷേത്രമൈശ്വര്യ പ്രതീകമായിരിക്കുന്ന, അത്രയും പരിപാവനമായിരിക്കുന്ന മണിമണ്ഡപത്തില് സർവാലങ്കൃതമായിരിക്കുന്ന, മുഴുവനായിട്ട് അലങ്കാരത്തോടു കൂടി നഗരത്നചിത ദിവ്യാസനം എന്ന് ഒന്ന് കാണാം നമുക്ക്. എന്ന് വെച്ചാല് ഇഷ്ടരക്ഷ മോക്ഷദായകനായിരിക്കുന്ന, നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മഹാദേവന്റെ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ മോക്ഷം ഉറപ്പാണ്. ഇഷ്ടരക്ഷ മോക്ഷപ്രദായകൻ എന്നാണ് മഹാദേവനെ പറയുന്നത്. അപ്പോ കൈലാസപതിയായിരിക്കുന്ന ആ മഹാദേവൻ ലോകനായികയായിരിക്കുന്ന ശങ്കരിയുമൊത്ത്, ദേവിയെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ലോക നായികയാണ് അമ്മ, പരമേശ്വരിയാണ്, ആദിപരാശക്തിയാണ്. അപ്പോ ആ ലോകനായികയായിരിക്കുന്ന ശങ്കരന്റെ പത്നിയായിരിക്കുന്ന ശങ്കരിയും ഒത്തിട്ട് അവിടെ ഇങ്ങനെ എഴുന്നള്ളിയിരിക്കുകയാണ് ഭഗവാൻ. അപ്പോ ആ ഭഗവാനെ, ആ മഹാദേവനെയും ദേവിയെയും ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് ദേവന്മാരും യക്ഷ കിന്നരന്മാരും കിം പുരുഷന്മാരും മുനിശ്രേഷ്ഠന്മാരും ഹര ഹര മഹാദേവ എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവനെ ഇങ്ങനെ വാഴ്ത്തി സ്തുതിക്കുകയാണ് കൈലാസത്തില്. ബ്രഹ്മാത്മജനായിരിക്കുന്ന, അതായത് നമ്മുടെ ബ്രഹ്മദേവന്റെ മകനായിരിക്കുന്ന നാരദ മുനിയും ഗന്ധർവന്മാരും ഒക്കെ സ്തുതി ഗീതങ്ങളൊക്കെ ഇങ്ങനെ ആലപിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ മുമ്പിൽ. അപ്പൊ ആ ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കണ്ണിൽ കാണാൻ ശ്രമിക്കുക. സുവർണക്ഷേത്രം പോലെ, മഞ്ഞുമലകൾ പോലെയുള്ള ആ കൈലാസത്തില് ഭഗവാനും ദേവിയും ഇങ്ങനെ ഇരിക്കുന്നു. ചുറ്റിനും ഒരുപാട് ദേവന്മാരും കിംപുരുഷന്മാരും എല്ലാവരും ഉണ്ട്. നന്ദീശ്വരൻ ഫ്രണ്ടിൽ ഇങ്ങനെ കാവൽ നിൽക്കുന്നു. നമ്മുടെ നാരദമുനി ഇങ്ങനെ വീണമീട്ടി പാട്ട് പാടുന്നു. അതുപോലെ ഗന്ധർവന്മാര് പാട്ട് പാടുന്നു. ആകെ മൊത്തം വളരെ മനോഹാരിത നിറഞ്ഞ ഒരു സമയം. അങ്ങനെ ഇരിക്കെ പശുപതിയുടെ വാമഭാഗത്ത് അമർന്നിരുന്ന ലോകജനനി, പശുപതിയുടെ വാമഭാഗത്ത്, ഭഗവാന്റെ വാമഭാഗത്ത് ഇരിക്കുന്ന ലോകജനനിയായിരിക്കുന്ന ദാക്ഷായണി, അതായത് ദേവിയെ തന്നെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ദാക്ഷായണി എന്ന്. എന്തുകൊണ്ടാണ് ദേവിക്ക് ദാക്ഷായണി എന്ന പേര് വന്നിരിക്കുന്നത്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ദേവിയെ കുറിച്ച്, അല്ലെ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും ദേവിക്ക് ദാക്ഷായണി എന്ന പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവി ദക്ഷന്റെ മകളായിരുന്നു, അല്ലെ? അറിയാലോ എല്ലാവർക്കും. ദേവി ദക്ഷന്റെ മകളായിരുന്ന സമയത്താണ്, ആയതുകൊണ്ടാണ് ദേവിക്ക് ദാക്ഷായണി എന്ന് പറഞ്ഞത്. ഓക്കെ, എന്താണ് രമണൻ പ്രഭു? അപ്പോ ദേവിയുടെ മനസ്സിൽ എന്തോ ഒരു ചിന്ത, ഈ ദാക്ഷായണി ആയിരിക്കുന്ന ദേവിയുടെ മനസ്സിൽ എന്തോ ഒരു ചിന്ത ഇങ്ങനെ പോന്നു. പുതിയ അറിവാണോ എല്ലാവർക്കും? ദക്ഷന്റെ മകളായതുകൊണ്ടാണ് ദേവിക്ക് ദാക്ഷായണി എന്നൊരു പേര് വന്നതെന്ന്. അങ്ങനെ ഇരിക്കെ ദേവി ഇങ്ങനെ എന്തോ സങ്കല്പിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നിന്നിട്ട് ദേവി ആ നടരാജമൂർത്തിയുടെ, അതായത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അമ്മ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. അങ്ങനെ ദേവി ആ ലോക ജനനിയായിരിക്കുന്ന അമ്മ മഹാദേവന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് ബദ്ധാഞ്ജലിയോടുകൂടി പറയാണ്, അതായത് കൈകൾ രണ്ടും കൂപ്പിക്കൊണ്ട് അമ്മ പറയാണ്. അപ്പൊ മഹാദേവൻ ചോദിച്ചു, ദേവി ഇങ്ങനെ കൈ കൂപ്പിയപ്പം, ദാക്ഷായണി, പതിവായി രാവിലെയും പ്രദോഷ സമയത്തും മാത്രമേ ദേവി എന്നെ നമിക്കാറുള്ളൂ, അല്ലെ? ഇന്ന് ഈ സമയത്ത് പ്രത്യേകമായിട്ട് എന്നെ നമസ്കരിക്കാനുള്ള കാരണം എന്താണ്? എന്താ അമ്മ ദേവി ഇങ്ങനെ ഈ സമയത്ത് എന്നെ നമസ്കരിക്കുന്നത്? എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ദേവി പറയാണ്, ദാക്ഷായണി പറയാണ്, ദേവദേവ, അങ്ങയെ ധിക്കരിച്ചവനാണ് ദക്ഷൻ, അല്ലെ? അങ്ങയെ ധിക്കരിച്ചവനാണ് ദക്ഷൻ. ആ ധിക്കാരത്തിനുള്ള ശിക്ഷ ദക്ഷൻ അനുഭവിച്ചു എന്നുള്ളതും വാസ്തവം തന്നെ. എങ്കിലും
ഈ ഉള്ളവളുടെ ശരീരം, അതായത് ദേവിയുടെ ആ ശരീരം ദക്ഷനാൽ വളർത്തപ്പെട്ടതാണ്. ദക്ഷനാണ് എന്നെ വളർത്തിയത്. കാരണം ദക്ഷന്റെ മകളായിരുന്നല്ലോ ദാക്ഷായണി. അങ്ങേ ധിക്കരിച്ചിട്ടുണ്ട് അദ്ദേഹം, അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ശരീരം അത് ദക്ഷനാൽ വളർത്തപ്പെട്ടതാണ്. അതിന്റെ ക്ഷമിക്കണം, നെറ്റിന്റെ ഒരു ഇഷ്യൂ വന്നതാണേ. അപ്പൊ അതിന്റെ ഫലിഫലനം എന്ന പോലെ ദാക്ഷായണി എന്ന പേരും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ദക്ഷന്റെ മകൾ എന്നുള്ളത് കൊണ്ട് ദാക്ഷായണി എന്ന പേരും എനിക്ക് ലഭിച്ചു. അങ്ങേ ധിക്കരിക്കുകയും ദേവദേവ കൈലാസപതേ പരമേശ്വര, അങ്ങേ ധിക്കരിക്കുകയും അങ്ങേ അപമാനിക്കുകയും ചെയ്ത പരമനീചനായിരിക്കുന്ന ദക്ഷനാൽ വളർത്തപ്പെട്ട എന്റെ ഈ ശരീരവും അവന്റെ പേരിൽ നിന്നുണ്ടായിരിക്കുന്ന ദാക്ഷായണി എന്ന എന്റെ നാമവും ധരിക്കാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല ഭഗവാനെ. മാനസ സംതൃപ്തി ലഭിക്കാൻ, എന്റെ മനസ്സിന് സംതൃപ്തി ലഭിക്കാൻ, ഈ ദുഷ്പേരിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കാൻ അനുഗ്രഹിക്കണമെന്നാണ് ഞാൻ അങ്ങയോട് ഈ കൂപ്പുകൈകളോടുകൂടി അപേക്ഷിക്കുന്നത്. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സ്കന്ദപുരാണത്തില് കൃത്യമായിട്ട് പറയും. ഇതുപോലെ എടുത്തു പോയാൽ മതിയോ സ്കന്ദപുരാണം? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? വേഗം ടൈപ്പ് ചെയ്ത്. ഇഷ്ടാവുന്നുണ്ടോ സ്കന്ദപുരാണം? മനസ്സിലാവുന്നുണ്ടോ? നോ കമന്റ്സ്? കമന്റ്സ് ഒന്നുമില്ലേ? മനസ്സിലാവുന്നില്ലേ? യെസ്, സൗമ്യ മാതാജി, താങ്ക് യു. ദേവിയുടെ ആ ഭക്തി വിശ്വാസത്തില് വളരെയധികം സന്തോഷവാനായ ഭഗവാൻ എന്ത് ചെയ്തു? കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു ദേവി പറഞ്ഞതിനെ കുറിച്ച്. വീണ്ടും വീണ്ടും ദേവിയുടെ ആ ഒരു ആഗ്രഹം പൂർത്തിയാക്കാൻ ദേവി ഭഗവാനോട് ഇങ്ങനെ അപേക്ഷിക്കുകയാണ്. എനിക്കിത് നടത്തിത്തരൂ, എൻ്റെ ഈ ആവശ്യം നടത്തിത്തരൂ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഭഗവാന്റെ ആ ഒരു തിരുമുഖം, മഹാദേവന്റെ ആ ഒരു തിരുമുഖത്തില് അവസാനം സമ്മതഭാവം വരികയാണ്. ദേവിയുടെ ആവശ്യം നിറവേറ്റാനുള്ള ആ ഒരു സമ്മതഭാവം മഹാദേവന്റെ മുഖത്ത് വരികയാണ്. സർവമോഹനമായിരിക്കുന്ന ഒരു പുഞ്ചിരി അവിടുത്തെ അധരങ്ങളിൽ, ചുണ്ടിലിങ്ങനെ ഉണ്ടാവുകയാണ്. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന ഒരു മനോഭാവം മഹാദേവന്റെ മുഖത്ത് തെളിഞ്ഞു കാണുകയാണ്. അപ്പോ മഹാദേവൻ പറഞ്ഞു, ദേവി, ഈ അപേക്ഷ ദേവിക്ക് മാത്രമായിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. ഇത് അമ്മയ്ക്ക് വേണ്ടി മാത്രമുള്ള അപേക്ഷയല്ല. ഇപ്പൊ വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു ചീത്തപ്പേര് വരും തലമുറയ്ക്ക് ഹരേ കൃഷ്ണ, നിങ്ങളോടുള്ള ഭഗവാന്റെ സ്നേഹമാണ്. അപ്പോ ഇപ്പൊ വന്നു ചേർന്നിരിക്കുന്ന ഈ ദുഷ്കീർത്തി, ഈ ദുഷ്പേര് വരുന്ന തലമുറയ്ക്ക് നിലനിന്നു പോകരുതെന്നുള്ള നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് അങ്ങയുടെ ദേവിയുടെ ഈ തീരുമാനമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് മഹാദേവൻ പറഞ്ഞു. നാഗാതിരാജനായിരിക്കുന്ന, അതായത് നാഗത്തെ ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ നാഗാതിരാജൻ എന്ന് വിളിക്കുന്നത്. നാഗാതിരാജനായിരിക്കുന്ന ആ മഹാദേവൻ ആലോചിച്ചുറപ്പിച്ച ശേഷം ഈ ഒരു മറുപടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവിടെ ഹിമവാനെ അറിയാലോ. ഹിമവാൻ ദേവിയെ മകളായി കിട്ടാൻ വേണ്ടി, സിദ്ധിക്കാൻ വേണ്ടി, ലഭിക്കാൻ വേണ്ടി വളരെയധികം ആഗ്രഹത്തോടുകൂടി കഠിനമായ തപസ് അനുഷ്ഠിച്ചു വരികയാണ് ദേവി. ദേവി അദ്ദേഹത്തിന്റെ മകളായി ജനിക്കണമെന്ന് ഹിമവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വലിയൊരു തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിമവാൻ. ഭയങ്കര അനുഷ്ഠിച്ചു വരികയാണ് ആ തപസ്. പരമഭക്തനായിരിക്കുന്ന പർവ്വതരാജന്റെ മകളായി അവിടുന്ന് ജനിക്കട്ടെ എന്ന് നാം അനുഗ്രഹിക്കുന്നു. ഇതാര് പറഞ്ഞു? മഹാദേവൻ ദേവിയോട് പറഞ്ഞു. ഹിമവാൻ കഠിന തപസ്സനുഷ്ഠിക്കുകയാണ് അങ്ങേ മകളായി ലഭിക്കാൻ. അങ്ങ്
അദ്ദേഹത്തിന്റെ മകളായി ഭവിക്കട്ടെ, പിറക്കട്ടെ. അതിന് മഹാദേവൻ ദേവിയെ അനുഗ്രഹിക്കണം. എന്നിട്ട് പറഞ്ഞു, 5 വയസ്സ് പൂർത്തിയാകുമ്പോൾ എന്നെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിക്കുക. അതായത് മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട് 5 വയസ്സ് ദേവിക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ മഹാദേവനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിക്കണം. കാലം കനിയുമ്പോൾ ദേവിയെ നാം പാണിഗ്രഹണം ചെയ്യുന്നതായിരിക്കും. മഹാദേവൻ പറഞ്ഞു, കാലം അതിന് സമ്മതമാകുന്ന സമയം വരുമ്പോൾ, കാലം എത്തുമ്പോൾ ഉറപ്പായും അങ്ങയെ ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നു പറഞ്ഞു ദേവിയോട്. സർവേശ്വരന്റെ ആ തിരുവായ് മൊഴി, ഭഗവാന്റെ മഹാദേവന്റെ ആ വാക്കുകൾ തൽക്ഷണം ഉടനെ അത് അനുഭവത്തിലേക്കായി. എന്താ സംഭവിച്ചത്? കനൽ കട്ട പോലെ, കർപ്പൂരം പോലെ ദേവിയുടെ ദേഹം ഇങ്ങനെ ജ്വലിച്ച് 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 വായുവിൽ അപ്രത്യക്ഷമായി പോയി. ദേവിയുടെ ശരീരം വായുവിൽ ഇങ്ങനെ അപ്രത്യക്ഷമായി പോയി. ജരാനരയും, അതായത് വാർദ്ധക്യം, മരണവുമുള്ള, നമ്മുടെ ശരീരത്തിനൊക്കെ ജരാനര ബാധിക്കും, മരണം സംഭവിക്കും. അങ്ങനെയുള്ള സ്ഥൂല ശരീരമല്ല ആരുടേത്? ശ്രീ ശങ്കരിയുടേത്, ദേവിയുടേത്. ജ്ഞാന പൊരുളുകളുടെ മൊത്ത സ്വരൂപമായിരിക്കുന്ന ദേവിയുടെ ദേഹം, രക്തം, മാംസം, ഞരമ്പ്. ആ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേഹം, രക്തം, മാംസം, ഞരമ്പ് മുതലായ നശ്വരമായിരിക്കുന്ന, ഇതൊക്കെ നമുക്ക് നശിച്ചു പോകുന്ന കാര്യങ്ങളാണ് അല്ലെ? മാംസം, ശരീരം, രക്തം, മാംസം, ഞരമ്പ്, എല്ല്, ഇതൊക്കെ നശിച്ചു പോകും. ഇതുകൊണ്ടൊന്നും അല്ല ദേവിയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ജ്ഞാനം കൊണ്ടാണ് ദേവിയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ജ്ഞാനേശ്വരിയാണ് ഭഗവതി അല്ലെ? അപ്പൊ ജ്ഞാനം കൊണ്ടാണ് അമ്മയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ജ്ഞാനങ്ങളുടെ ദേവിയായിരിക്കുന്ന ആ മഹാദേവതയ്ക്ക് ജ്ഞാനാംബിക എന്നൊരു പേരും സിദ്ധിച്ചത് അതുകൊണ്ടാണ്. ജ്ഞാനാംബികയെ എന്ന് നമ്മൾ അമ്മയെ അഭിസംബോധന ചെയ്യാറുണ്ട്. കാരണം എന്താണ്? ജ്ഞാനം കൊണ്ടാണ് അമ്മയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. നശ്വരമായിരിക്കുന്ന എല്ലോ, ഞരമ്പോ അങ്ങനെയുള്ള ഒരു വസ്തുവകകൾ കൊണ്ടല്ല അമ്മയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ടാണ് അമ്മയെ നമ്മൾ ജ്ഞാനേശ്വരി എന്ന് വിളിക്കുന്നത്. അപ്പോ അതുകൊണ്ട് സംഹാര രുദ്രനായിരിക്കുന്ന ഭഗവാൻ തൃക്കണ്ണുകൾ പൂട്ടിയിട്ട് ജ്ഞാനത്തിലേക്ക്, തപസ്സിലേക്ക് ലയിച്ചു ചേർന്നു. അമ്മയുടെ ശരീരം വായുവിൽ അപ്രത്യക്ഷമായി. മഹാദേവൻ എന്ത് ചെയ്തു? തൃക്കണ്ണുകളും പൂട്ടിയിട്ട് വീണ്ടും മഹാദേവൻ ജ്ഞാനത്തിലേക്ക് പോയി, തപസ്സിലേക്ക് പോയി. അങ്ങനെ ഉത്തര ദിശയില് പൂർവപരവാരിധികളെ വിഭജിച്ചുകൊണ്ട് ഭൂമിയുടെ മാനദണ്ഡം എന്ന പോലെ, അശ്വതി മാതാജി, ഭൂമിയുടെ മാനദണ്ഡം എന്ന പോലെ ആകാശം പോലെ തൊട്ടു നിൽക്കുന്ന, ആകാശം തൊട്ട് അതിന്റെ മുകളിൽ തൊട്ടു നിൽക്കുന്ന ഹിമപർവ്വതത്തിൽ, ഹിമാലയത്തില് ദേവാമൃത തുല്യമായിരിക്കുന്ന തെളിനീര് നിറഞ്ഞ പത്മതീർത്ഥക്കരയിൽ പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കിയിട്ട്, എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി വെച്ചുകൊണ്ട് പരാശക്തി, ആദിപരാശക്തി തനിക്ക് മകളായി ജനിക്കണമെന്ന് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് പർവ്വതരാജനായിരിക്കുന്ന ഹിമവാൻ ഇങ്ങനെ തപസ്സനുഷ്ഠിക്കുകയാണ് മഹാദേവന്റെ അടുത്ത്. എനിക്ക് പാർവതീ ദേവി, ആദിപരാശക്തിയെ എനിക്ക് മകളായി ലഭിക്കണം, മകളായി ലഭിക്കണം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഹിമവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് തപസ്സനുഷ്ഠിക്കുകയാണ്. നിഷ്ഠയിൽ നിന്നുണർന്ന ഹിമവാൻ, അതായത് തപസ്സിൽ നിന്നുണർന്ന ഹിമവാൻ സന്ധ്യാവന്ദനത്തിനായിട്ട് പത്മതീർത്ഥക്കരയിലേക്ക് എത്തി. അപ്പോ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടിയും മാതാജി എന്നും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇപ്പൊ പൂജ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോ ആ പത്മതീർത്ഥക്കരയിലേക്ക് ഹിമവാൻ എന്തു ചെയ്തു? സന്ധ്യാവന്ദനത്തിനായിട്ട് വന്നു. അങ്ങനെ ഇരിക്കെ ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന അർക്കബിംബത്തെ പോലെ, അതായത് സൂര്യനെ പോലെ, ആകാശത്തിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സൂര്യനെ പോലെ 1008 ഇതളുകൾ വിരിഞ്ഞ് ആ ഒരു തടാകത്തിന്റെ, നദിയുടെ മധ്യത്തിലായിട്ട് നിന്നിരുന്ന ഒരു താമരപ്പൂ കണ്ട് പർവ്വതരാജൻ ആശ്ചര്യപ്പെട്ടു. സൂര്യൻ ഉയർന്നു നിൽക്കുന്നത് പോലെയാണ് ആ നദിയുടെ നടുക്കൊരു താമരപ്പൂ നിൽക്കുന്നത്. എന്താ അങ്ങനെ നിൽക്കുന്നത് ഒരു താമരപ്പൂ? ഹിമവാൻ അധികം ആശ്ചര്യപ്പെട്ടു.
അങ്ങനെ സന്ധ്യാവന്ദനം നടക്കുന്ന സമയത്ത് മാർത്താണ്ഡ ദേവനോട് ഏത് ബ്രഹ്മശക്തിയാണോ യാചിക്കുന്നുവോ ആ ദിവ്യ പരാശക്തി മഹാദേവനോട് ഏത് ബ്രഹ്മശക്തിയാണോ എനിക്ക് മകളായി പിറക്കേണ്ടത് എന്ന് ഹിമവാൻ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കി നിർത്തിക്കൊണ്ട് ആഗ്രഹത്തോടുകൂടി ആവശ്യത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആ പർവ്വതരാജൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ദിവ്യ പരാശക്തി ആ താമരയുടെ ആ ഇതളുകൾക്കുള്ളിൽ ഹൃദയഹാരിയായിരിക്കുന്ന, ഹൃദയത്തെ തൊട്ടുണർത്തുന്ന സുന്ദരമായിരിക്കുന്ന ഒരു ശിശുരൂപിണിയായി, ഒരു കുഞ്ഞു മോളായിട്ട്, തേജസ്വിനിയായിട്ട്, സുസ്മേരവദനയായിട്ട്, ചെറുപുഞ്ചിരിയോടുകൂടി ആ ആദിപരാശക്തി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആ താമരപ്പൂവിനുള്ളിൽ. നയനാനന്ദ പ്രദായകമായിരിക്കുന്ന, അതായത് കണ്ണുകൾക്ക് സന്തോഷം നൽകുന്ന ആ ഇളം പൈതൽ ചൈതന്യത്തെ വളരെയധികം ആനന്ദ നിർവൃതിയോടുകൂടി അനേകം കവി ശ്രേഷ്ഠന്മാര് പാടി സ്തുതിച്ചിട്ടുണ്ട് ആ അമ്മയെ. അമ്മയുടെ ആ കുഞ്ഞു രൂപത്തെ ഒരുപാട് 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 കവികൾ ആനന്ദത്തോടുകൂടി പാടി സ്തുതിച്ചിട്ടുണ്ട്. ലോകമാതാവായിരിക്കുന്ന ആ ഉമാദേവി ദൈവ ശിശുവായി സ്വമേധയാ അവതരിക്കുകയാണ് ഉണ്ടായത്. അമ്മ ലോകമാതാവായിരിക്കുന്ന അമ്മ ദൈവ ശിശുവായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആ ഒരു താമരപ്പൂവിൽ അവതരിച്ചിരിക്കുകയാണ്. ഗർഭസ്ഥ ശിശുവായിട്ട് ലോകമാതാവായിരിക്കുന്ന ആ അമ്മ ജന്മമെടുത്തിട്ടില്ല. ഒരു ഗർഭത്തിനുള്ളിൽ ആ അമ്മ ജന്മമെടുത്തിട്ടില്ല. ത്രിലോകവാസികളെയും, അതായത് 3 ലോകത്തിൽ വസിക്കുന്നവരെയും ദയ എന്ന തന്റെ സ്വന്തം ഗർഭപാത്രത്തിൽ ചുമന്ന് രക്ഷിച്ചു പോരുന്ന ആ മഹാദേവിയെ ഗർഭത്തിൽ വഹിക്കാനുള്ള ശക്തി ആർക്കാ ഉള്ളത്? ആർക്കും ഇല്ല, അല്ലെ? ലോകമാതാവായിരിക്കുന്ന ആദിപരാശക്തിയെ ഏത് ഗർഭത്തിലാണ് വഹിക്കാൻ സാധിക്കുക? ആ അമ്മ നമ്മളെയെല്ലാം അമ്മയുടെ സ്നേഹത്തോടു കൂടി ആ ഗർഭത്തിൽ നിലനിർത്തി വരികയാണ് ചെയ്യുന്നത്, അല്ലെ? ആ അമ്മ ഒരു ഗർഭപാത്രത്തിലേക്കും പോയിട്ടില്ല. ആ അമ്മ സ്വമേധയാ അവിടെ അവതരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അമ്മയെ ഗർഭം ധരിക്കാനുള്ള ശക്തി ആർക്കും തന്നെ ഈ ലോകത്തിലില്ല എന്ന് മനസ്സിലാക്കുക, ത്രിലോകങ്ങളിലുമില്ല. അങ്ങനെ ആ ഒരു നദിയുടെ ആ ഒരു ഓളങ്ങൾക്കിടയിലൂടെ അദ്ദേഹം നടന്ന് നടന്ന് സൗന്ദര്യധാമമായിരിക്കുന്ന, സൗന്ദര്യത്തിന്റെ ഉറവിടമായിരിക്കുന്ന ആ ശിശുവിനെ കണ്ട ഹിമവാൻ എന്തു ചെയ്തു? സ്വർണഖനിയെ കണ്ട അത്യാസക്തിയോടുകൂടി, ഒരു സ്വർണത്തിന്റെ ഖനിയെ കണ്ടതുപോലെ ആ സന്തോഷത്തോടുകൂടി അപ്രതീക്ഷിതമായി ഒരു കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ, പെട്ടെന്ന് കണ്ണു കാണാതിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കാഴ്ച കിട്ടിക്കഴിഞ്ഞാലുള്ള സന്തോഷം എന്തായിരിക്കും? അതുപോലെ കാഴ്ച ലഭിച്ച കുരുടനെ പോലെ അത്യാഹ്ലാദത്തോടുകൂടി ഹിമവാൻ നൃത്തം വെക്കുകയാണ്. ഭയങ്കരമായിട്ട് ആനന്ദത്തോടുകൂടി ഹിമവാൻ നൃത്തം ചവിട്ടാണ്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായികയായിരിക്കുന്ന സർവേശ്വരി ശിശുരൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. അങ്ങനെ സന്താന സൗഭാഗ്യ സിദ്ധിയാണ് ഇവിടെ ഹിമവാന് ലഭിച്ചിരിക്കുന്നത്. ആ അത്ഭുത ദൃശ്യത്തിൽ, ആ അത്ഭുത ലീലയിൽ ഹിമരാജൻ, പർവ്വതരാജൻ പുളാങ്കിതനായിട്ട് പുളകം കൊണ്ടിട്ട് അങ്ങനെ ആനന്ദ നൃത്തമാടുകയാണ് നദിയിൽ നിന്നുകൊണ്ട്. ആലോചിച്ച് നോക്കണം. എപ്പോഴും അങ്ങനെ ആനന്ദ നൃത്തത്തിൽ പർവ്വതരാജൻ ഇങ്ങനെ ആറാടി നിൽക്കുകയാണ് ദേവിയെ കണ്ടിട്ട്. അപ്പൊ ഹിമവാൻ പറയാണ്, ആഹാ, അടിയൻ അനുഷ്ഠിച്ചു പോന്നിരുന്ന തപോനിഷ്ഠകളുടെ ഫലം ഇതാ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു മഹാദേവ. പരാശക്തി ശിശുവായി അവതരിച്ച് ഈ എളിയവന്റെ സന്താന ദുഃഖം തീർത്തിരിക്കുകയാണ്. അടിയൻ ആദിപരാശക്തിയെ വേണമെന്ന് ആഗ്രഹിച്ചു. ഇതാ ആദിപരാശക്തി അടിയന്റെ മുമ്പിൽ ദൈവ ശിശുവായി ജന്മമെടുത്തിരിക്കുന്നു മഹാദേവ. കോടാനുകോടി നമസ്കാരം ദേവദേവ, ഹരഹര മഹാദേവ, ശംഭോ മഹാദേവ എന്ന് ആ പർവ്വതരാജൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയും സന്തോഷത്തോടുകൂടി പർവ്വതരാജൻ നദിയിൽ തന്നെ ആനന്ദ നൃത്തമാടുകയാണ്. പർവ്വതരാജന്റെ ആ ഒരു അത്യാഹ്ലാദത്തോടെയുള്ള ദൈവിക ശിശുവിനെയോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് ആ ദൈവിക ശിശുവിനെ വാരിയെടുത്ത് നെഞ്ചോടണച്ച് നെറുകിലും ആ ഒരു പനിനീർ പുഷ്പങ്ങളെ പോലെ സാദൃശ്യമുള്ള ആ ചുവന്നു തുടുത്ത കവിളുകളിലും ഓമനയായിരിക്കുന്ന ആ പിഞ്ചു പാദങ്ങളിലും അദ്ദേഹം ആവോളം മുത്തം കൊടുക്കുകയാണ്. അങ്ങനെ മാറി 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 ചുംബിക്കുകയാണ് ആ കുഞ്ഞിനെ.
എന്നിട്ടോ നിധിപേടകം ലഭിച്ചാലുള്ള സന്തോഷം പോലെ ശിശുവിനെയും തന്റെ നെഞ്ചോട് ഇറുക്കി അണച്ച് ചേർത്ത് പിടിച്ച് പർവ്വതരാജൻ എന്ത് ചെയ്തു? നിർത്താതെ അദ്ദേഹത്തിന്റെ സ്വർണമാളികയിലേക്ക് ഓടുകയാണ്. അവിടെ ആ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പത്നിയുണ്ട്, ഭാര്യയുണ്ട്. സന്താന സൗഭാഗ്യം നിറവേറിയിരിക്കുകയാണ് പർവ്വതരാജന്. അങ്ങനെ അത്യാഹ്ലാദത്തോടുകൂടി ഉത്സാഹഭരിതനായിക്കൊണ്ട് സുന്ദരനായിരിക്കുന്ന തന്റെ ശിശുവിനെയും എടുത്തുകൊണ്ട് ഓടി വരുന്ന ഭർത്താവിനെ കണ്ടിട്ട് പർവ്വതരാജന്റെ പത്നിയായിരിക്കുന്ന മേനാദേവി, പർവ്വതരാജന്റെ ഹിമവാന്റെ ഭാര്യയുടെ പേരാണ് മേനാദേവി. മേനാദേവി ആശ്ചര്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. സ്വന്തം ഭർത്താവ് കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് ഓടി വരുന്ന കാഴ്ച. മേനാദേവി ചോദിച്ചു, കാന്ത, ഈ കമനീയ ശിശു ഏതാണ്? ഇതാരാണെന്ന് ചോദിച്ചപ്പോ സന്തോഷം കൊണ്ട് മേനാദേവിയുടെ തൊണ്ട ഇടറിപ്പോയി എന്നാ പറയുന്നത്. വാക്കുകൾ മേനാദേവിക്ക് പുറത്തേക്ക് വരുന്നില്ല. ഹിമവാൻ പറഞ്ഞു, ദേവി, ഇത് വെറും ശിശുവല്ല ദേവി, ശ്രീ പരമേശ്വരൻ നമുക്ക് നൽകിയിരിക്കുന്ന വരപ്രസാദമാണ് ദേവി. സാക്ഷാൽ ആദി പരാശക്തി തന്നെ നമുക്ക് കുഞ്ഞായി പിറന്നിരിക്കുകയാണ് ദേവി. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല ദേവി. ഇനി എന്റെ ആഗ്രഹം സാധിച്ചു ദേവി എന്ന് പറഞ്ഞതും മേനാദേവി കരഞ്ഞുകൊണ്ട് ദേവിയെ സ്വീകരിക്കുകയാണ്. സാക്ഷാൽ ശ്രീ ശങ്കരിയുടെ തിരു അവതാരമാണ് മേനാദേവി ഇത് എന്ന് പറഞ്ഞപ്പോ ഭയഭക്തിയോടുകൂടി ആ ദേവിയുടെ തൃപ്പാദങ്ങൾ വന്ദിച്ച ശേഷം മേനാദേവി ഭർത്താവിൽ നിന്ന് അവതാര ശിശുവിനെ ഏറ്റുവാങ്ങി ആവോളം മുത്തം നൽകിയിരിക്കുകയാണ്. സ്വർണങ്ങൾ കൊണ്ടും വൈരങ്ങൾ കൊണ്ടും എല്ലാം വൈഡൂരാദി നിർമ്മിതങ്ങളായിരിക്കുന്ന ആഭരണങ്ങളെല്ലാം ശിശുവിനെ അണിയിച്ചിട്ട് മേനാദേവി എന്ത് ചെയ്തു? സ്വർണം കൊണ്ട് നിർമ്മിച്ച കട്ടിലിൽ പട്ടുമെത്തകൾ വിരിച്ചിട്ട് പുഷ്പത്തേക്കാൾ മൃദുവായിരിക്കുന്ന പൈതലിനെ അതിൽ കിടത്തിയിട്ട് മേനാദേവി താരാട്ടുപാടാൻ തുടങ്ങി ദേവിക്ക്. അങ്ങനെ താരാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പർവ്വതരാജപുത്രിയായിരിക്കുകയാണ് ആര്? ആ ഒരു ആദിപരാശക്തി. ആ ശിശുവിന് എന്ത് പേര് നൽകണമെന്ന് ആഗ്രഹിച്ചതും മേനാദേവിയും ആ മേനാദേവിയുടെ ഭർത്താവായിരിക്കുന്ന ഹിമവാനും ചേർന്നിട്ട് പാർവതി എന്ന നാമകരണം ചെയ്തു ദേവിക്ക്. എന്താ ചെയ്തത്? പാർവതി എന്ന നാമകരണം അമ്മയ്ക്ക് നൽകിയിരിക്കുകയാണ്. ശ്രീ പാർവതി ദേവിയെ ഹിമവാനും ഭാര്യയും കണ്ണും കരളുമായി താലോലിച്ച് വളർത്തിക്കൊണ്ടുവരികയാണ്. സർവചരാചരങ്ങളെയും വളർത്തിപ്പോരുന്ന ആ ശ്രീ മഹാദേവിയെ മറ്റുള്ള ആളുകൾ വളർത്തി എന്ന അതിശയോക്തി നമുക്ക് ഉണ്ടാവാം. ആലോചിച്ചു നോക്കണം. സർവചരാചരങ്ങളെയും അമ്മ പരിപാലിക്കുന്നു. ആ അമ്മയെ ഹിമവാനും മേനാദേവിയും ചേർന്ന് വളർത്തുകയാണ്. പക്ഷേ അവിടെയാണ് സാക്ഷാൽ ഭക്തിയുടെ പരിപൂർണത നമ്മൾ തിരിച്ചറിയേണ്ടത്. ഭക്തിനിഷ്ഠയോടുകൂടി തന്നെ ആരാണോ പ്രാർത്ഥിക്കുന്നത് ആ ഭക്തജനങ്ങൾക്ക് ദേവി പുത്രിയാണ്. ഭക്തിയോടുകൂടി അമ്മയെ ആരാണ് പ്രാർത്ഥിക്കുന്നത് മാറി ആ ഒരു ഭക്തി നിർഭരമായിരിക്കുന്ന ഹൃദയത്തിന് അമ്മ മകളാണ്. മനസ്സിലായില്ലേ? അതുപോലെ മാതാവാണ് അമ്മ, പരിചാരികയാണമ്മ, സർവവരമാണമ്മ. പർവ്വതരാജ ദമ്പതികളുടെ ഭക്തിയുടെ ആഴത്തിലുള്ള ആ ഒരു തെളിവായിരുന്നു ദേവി. ലോകമാതാവായിരിക്കുന്ന ആദിപരാശക്തി അവർക്ക് മകളായി ജനിച്ചിരിക്കുന്നത്. അത് തന്നെയും വളർന്നതും അതുപോലെ തന്നെ, അവർ വളർത്തിയതും അതുപോലെ തന്നെ. അങ്ങനെ പരിശുദ്ധ ഭക്തിയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇപ്പൊ പഠിച്ച ഈ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, കുഞ്ഞ് വളർന്നു വരുന്നതോടൊപ്പം തന്നെ ലീലാവിനോദ തൽപരയായി മാറി എന്നാ പറയുന്നത്. ഈ ഭഗവാനെ പോലെ തന്നെ ഒരുപാട് കളികളും ചിരികളും ആനന്ദവുമായിട്ട് അങ്ങനെ കുഞ്ഞ് വളരാണ്. തന്റെ മായാവൈഭവ ശക്തി കൊണ്ട്, അമ്മയുടെ മായാവൈഭവ ശക്തി കൊണ്ട് ത്രിലോകങ്ങളെയും ഭരിച്ചു പോരുന്ന ആ ആദി പരാശക്തി സർവസാധാരണമായിരിക്കുന്ന ഒരു പെൺകുഞ്ഞിനെ പോലെ 3 രത്നക്കല്ലുകൾ കൊണ്ട് അടുപ്പ് കൂട്ടി വെച്ചു. അമ്മ 3 കല്ലുകൾ കൊണ്ട് അടുപ്പ് കൂട്ടി വെച്ചിട്ട്, നമ്മൾ കുഞ്ഞിലെയൊക്കെ ആ കഞ്ഞിയും കറിയും വെച്ച് കളിക്കില്ലേ, അതുപോലെ അമ്മ 3 രത്നക്കല്ലുകൾ കൊണ്ടാണ് അടുപ്പ് കൂട്ടി വെച്ചിട്ട് മുത്തുച്ചിപ്പി പെറുക്കിക്കൊണ്ട് വന്നിട്ട് അത് പാത്രമാക്കി വെച്ചു അമ്മ. എന്നിട്ടോ മുത്തുകളെയെല്ലാം അമ്മ അരിമണിയാക്കി. നവരത്നങ്ങളെയും വൈഡൂര്യങ്ങളെയും ഒക്കെ അമ്മ പച്ചക്കറികളാണെന്ന് ഭാവിച്ചുകൊണ്ട് ഒരു നാടൻ
കുഞ്ഞിനെ പോലെ, ഒരു നാട്ടുപ്രദേശത്തുള്ള നമ്മുടെ വീട്ടിലെ ഒരു സാധാരണ ഒരു കുഞ്ഞിനെ പോലെ കഞ്ഞിയും കറിയും വെച്ചിട്ട് അമ്മ രസിച്ച് ആനന്ദിച്ച് ആർമാദിച്ച് കളിക്കുകയാണ്. പാവകളെയൊക്കെ അമ്മ എന്ത് ചെയ്തു? പനിനീരിൽ കുളിപ്പിച്ചെടുത്ത് ദേവി എന്താ ചെയ്തത്? ദേവി പാകപ്പെടുത്തിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഈ പാവകൾക്കെല്ലാം കൊടുത്തു. അങ്ങനെ കളിച്ച് സന്തോഷം കൊണ്ട് അമ്മ ഇങ്ങനെ കുഞ്ഞിനെ എന്ത് ചെയ്തു? ഒരു സാധാ കുഞ്ഞിനെ പോലെ കൈ കൊട്ടി ചിരിച്ചുകൊണ്ട് പാവകളെയൊക്കെ മടിയിൽ കിടത്തിയിട്ട് അവയുടെ കണ്ണുകളിലെല്ലാം കൺമഷി വരച്ചിട്ട് ദേവി അവർക്കെല്ലാം പൊട്ടുകുത്തിയിട്ട് അവ കരയാതിരിക്കാൻ ദേവി അവരെ മടിയിൽ വെച്ച് ആ പാവകളെ മടിയിൽ വെച്ചിട്ട് പാട്ട് പാടിക്കൊടുത്ത് അവരെ ഉറക്കി. ഒരു സാധാ കുഞ്ഞിന്റെ എല്ലാ ലീലകളും അമ്മ ഇങ്ങനെ അനുഭവിച്ച് അമ്മയും ആനന്ദിച്ച് ഇങ്ങനെ കളിക്കുകയാണ്. ദേവിയുടെ ഈ ഒരു എന്താ പറയാ കളികളില്, ഈ പല പല വിധത്തിലുള്ള മായാലീലകളില് സന്തോഷം കൊണ്ട് പർവ്വതരാജപത്നിയും പർവ്വതരാജനായിരിക്കുന്ന ഹിമവാനും സന്താന സൗഭാഗ്യം ലഭിച്ചതിന്റെ അതിവിശിഷ്ടമായിരിക്കുന്ന സന്തോഷം ആ അമ്മയുടെ കുഞ്ഞിനാളിലൂടെ അവരിങ്ങനെ അനുഭവിച്ചു വരികയാണ്. ദിവസങ്ങളെല്ലാം കഴിഞ്ഞ് മാസങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ മാസങ്ങളെല്ലാം കഴിഞ്ഞ് അമ്മ കുറച്ച് വലുതായി. അങ്ങനെ കുറച്ച് വലുതായപ്പം ദേവിക്ക് 5 വയസ്സ് പൂർത്തിയായി. ആ 5 വയസ്സ് പൂർത്തിയായപ്പോ ശ്രീ നീലകണ്ഠ ഭഗവാന്റെ മഹാദേവന്റെ കൽപ്പന അനുസരിച്ച് ദേവിക്ക് ആ ഒരു അവബോധം ഉണർന്നു. ദേവി പറഞ്ഞു, എനിക്ക് 5 വയസ്സ് പൂർത്തിയായിരിക്കുന്നു, തപസ്സനുഷ്ഠിക്കാനുള്ള കാലം വന്നിരിക്കുന്നു. ഉമാദേവി പർവ്വതരാജനായിരിക്കുന്ന ദേവിയുടെ അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പിതാവേ, ഞാൻ തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹിമവാൻ അങ്ങ് ഞെട്ടിത്തരിച്ചു. വെറും 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞ് തപസ് ചെയ്യണമെന്ന് പറയുന്നു. ആ അച്ഛൻ ചോദിച്ചു, എന്ത്? പിഞ്ചു ബാലികയായിരിക്കുന്ന നീ തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ? പാർവതി ദേവി പറഞ്ഞു, അതെ പിതാവേ, നീലകണ്ഠദേവനെ പതിയായി സിദ്ധിക്കുന്നതിന് തപസ് അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് തപോമണ്ഡപം നിർമ്മിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഹിമവാൻ ഞെട്ടിത്തരിച്ചുകൊണ്ട് ദേവിയോട് പറഞ്ഞു, പുത്രി, 5 വയസ്സ് മാത്രം പ്രായമായിരിക്കുന്ന നീ തപസ്സിനൊരുമ്പെടുമ്പോൾ അതിന്റെ പ്രയാസങ്ങൾ നിനക്കറിയോ? തപസ് അത് സാമാന്യമായിരിക്കുന്ന ഒരു സാധാരണ കാര്യമല്ല കുഞ്ഞെ. പട്ടിണി കിടന്ന് ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തി നിഷ്ഠയോടുകൂടി കഠിനാനുഷ്ഠാനങ്ങൾ കൈക്കൊള്ളുക എന്നത് ഈ ചെറിയ പ്രായത്തിൽ അസാധ്യമാണ് മോളെ. പുത്രി, ആ ആഗ്രഹം ഉപേക്ഷിക്കൂ പാർവതി. അത് വേണ്ട, അതിനുള്ള പ്രായം നിനക്കായിട്ടില്ല. അപ്പൊ അമ്മയായ മേനാദേവി പറയാണ്, അതേ മോളെ, അച്ഛന്റെ വാക്കുകൾ സത്യമാണ്. തപസ് അനുഷ്ഠിക്കണമെന്ന ആഗ്രഹത്തിൽ നിന്ന് മോള് പിന്മാറൂ. ഈ പിഞ്ചു പ്രായം പ്രയാസമേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ല. നീ ഇപ്പൊ കളിച്ച് ചിരിച്ച് അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഇരിക്കൂ. അതിനുള്ള പ്രായം നിനക്കായിട്ടില്ല. അപ്പോ അവതാര രഹസ്യം, ഇപ്പൊ യശോദാമയ്ക്ക് കൃഷ്ണൻ പിറന്നപ്പോ കൃഷ്ണന്റെ അവതാര രഹസ്യം യശോദാമയ്ക്ക് ഓർമ്മയില്ല. അതേപോലെ ദേവി ഇവർക്ക് പിറന്നതുകൊണ്ട് അവതാര രഹസ്യം മറന്നു പോവുക എന്നത് എല്ലാ അവതാരങ്ങളുടെയും പ്രത്യേകതയാണ്. ആവശ്യത്തിനനുസൃതമായിട്ട് മഹാത്മ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുമെന്നല്ലാണ്ട് ആ സമയങ്ങളിൽ അവതാര മഹിമകളൊക്കെ ഇവർ മറന്നുപോകും, അവർക്ക് ഓർമ്മ കിട്ടില്ല. അപ്പൊ പാർവതി ദേവി പറഞ്ഞു, പിതാവേ, അവിടുന്ന് പണ്ഡിത ശ്രേഷ്ഠനാണ്, അങ്ങേക്ക് ഒരുപാട് അറിവുണ്ട് അല്ലെ? ഈ ഭൂതശരീരം, അതായത് ഈ നശിച്ചു പോകാനുള്ള ഈ ശരീരവും അതിനെ പ്രവർത്തന നിരതമാക്കുന്ന പ്രാണനും പരമശിവദാനമല്ലേ? അത് മഹാദേവൻ നൽകിയതല്ലേ? അതാണ് പ്രമാണം. ദേഹവും ദേഹിയും പ്രദാനം ചെയ്ത പരാത്പരനെ ഓർത്തുകൊണ്ട് തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ആ പെരും ജ്യോതിസായിരിക്കുന്ന മഹാദേവൻ സമർവ സംരക്ഷണവും പ്രദാനം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മനസ്സിലാക്കി സമാധാനിക്കൂ. ദയവായി അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരൂ. എനിക്ക് നിശ്ചയമായിട്ടും തപസ് ചെയ്യണം പിതാവേ. ഈ ദേഹവും ദേഹിയെല്ലാം തന്നിരിക്കുന്ന ആ മഹാദേവൻ എന്നെ സംരക്ഷിക്കും. അതുകൊണ്ട് എനിക്ക് തപസ് ചെയ്തേ പറ്റൂ.
മകളുടെ ഈ ഒരു ബുദ്ധിയുക്തപരമായിരിക്കുന്ന വാക്കുകൾ മറുപടിയായി കിട്ടിയപ്പോ ഒരഭിപ്രായവും പറയാൻ കഴിയുന്നില്ല ആർക്ക്? അച്ഛനും അമ്മയ്ക്കും. മകളുടെ ആ ഒരു ഇഷ്ടത്തിന് വഴങ്ങാ എന്നല്ലാതെ ആ അച്ഛനും അമ്മയ്ക്കും വേറെ നിവർത്തിയില്ല. അങ്ങനെ ഒരുപാട് ദൂരെ അല്ലാത്ത നല്ല ശാന്തതയുള്ള ഒരു പർവ്വതത്തിന്റെ ഒരു ഭാഗത്ത് പാർവതി ദേവിക്കായിട്ട് തപോമണ്ഡപം ഒരുക്കി കൊടുക്കുകയാണ് അച്ഛനും അമ്മയും. സഹായത്തിനായിട്ട് ഒരുപാട് കന്യകമാരെയും എല്ലാവരെയും അവിടെ നിയമിച്ചു. തപോനിഷ്ഠയായിട്ട് പാർവതി ദേവി എന്ത് ചെയ്തു? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൽ ഇങ്ങനെ ലയിച്ചിരുന്നു ദേവി. ശ്രീ പാർവതി ദേവിയുടെ തപസ് അനുഭവമായിരുന്ന ഒന്നായിരുന്നു. ഭയങ്കരം അനുഭവമായിരുന്നു ആ പാർവതി ദേവിയുടെ തപസ്. പൂവിന്റെ മണം പോലെ, ആദിത്യനും പ്രകാശവും പോലെ അത് വളരെയധികം മഹാദേവനിൽ ലയിച്ചു പോയി. പൂവിന്റെ മണം പൂവിൽ നിന്ന് ഒരിക്കലും വേർതിരിക്കാൻ കഴിയില്ല. ആദിത്യനിൽ നിന്ന്, സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം വേർതിരിക്കാൻ കഴിയില്ല. അതുപോലെ ദേവിയിൽ നിന്ന് മഹാദേവനെയും വേർതിരിക്കാൻ കഴിയാത്ത വിധം ദേവിയുടെ ആ തപസ് മഹാദേവനും ദേവിയുമായിട്ട് ഇങ്ങനെ ഒന്നു ചേർന്ന് വരികയാണ്. ജ്ഞാനബുദ്ധികൾ, അതായത് അറിവുള്ളവർ, അവരുടെ നന്മയ്ക്കായിട്ട് ഒന്നും ചെയ്യില്ല. ഒരു പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വാർത്ഥത നിറഞ്ഞതാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും. അറിവുള്ള വ്യക്തികൾ ചെയ്യുന്ന പല പല കാര്യങ്ങളും മറ്റുള്ളവരുടെ കണ്ണിൽ അവരവരുടെ സ്വാർത്ഥതയ്ക്കാണ് ചെയ്യുന്നത് എന്ന് തോന്നും. പക്ഷെ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. അങ്ങനെ അവയുടെ പരിണിത ഫലങ്ങൾ അത് ലോകത്തിന്റെ നന്മയ്ക്കായിരിക്കും. ജ്ഞാനമുള്ളവർ ചെയ്യുന്നതിന്റെ പരിണിത ഫലങ്ങൾ, ആ ചെയ്യുന്ന നന്മ ലോകത്തിന് വേണ്ടിയുള്ളതായിരിക്കും. പക്ഷെ ലോകത്തിന്റെ കണ്ണിൽ അവർക്ക് വേണ്ടി ജീവിക്കുന്നതായി തോന്നിയേക്കാം. ശ്രീ പാർവതി ദേവിയുടെ തപസ്സും ലോക നന്മയ്ക്ക് മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ്. അല്ലാതെ ദേവിക്ക് മഹാദേവന് ഭർത്താവായി കിട്ടണമെന്നുള്ള സ്വാർത്ഥത മാത്രമായിരുന്നില്ല അതിലുണ്ടായിരുന്നത്. പിന്നെയോ ദേവി ലോക നന്മയ്ക്ക് വേണ്ടിയായിരുന്നു അത് ചെയ്തത്. താൻ ഭഗവത് പാദങ്ങളെ പ്രാപിക്കണമെന്നതിൽ ഉപരിയായിട്ട് ആ ലക്ഷ്യപ്രാപ്തിയിൽ കൂടി കുമാരസംഭവം കൈവരുത്തുകയായിരുന്നു. അല്ലെ, മഹാദേവനും ദേവിയും ചേർന്ന് നമ്മുടെ സ്കന്ദന് ജന്മം കൊടുക്കാൻ ഒരുങ്ങുകയായിരുന്നു. ദുഷ്ടനിഗ്രഹം ചെയ്യാനായിട്ട്, ശിഷ്ടരക്ഷ ചെയ്യാനായിട്ട് ആ തപസ്സിന് മൂല കാരണമായതും കുമാരസംഭവം എന്ന മഹത് സംഭവ കാര്യമായിട്ട് മാറുകയാണ്. കുമാരൻ, അല്ലെ, സ്കന്ദൻ, പഴനിയാണ്ടവൻ, മുരുകൻ, സുബ്രഹ്മണ്യ സ്വാമി ജനിക്കാൻ, ലോക സംരക്ഷണം നിർവഹിക്കാനായിട്ട് ആ സത്പുരുഷന് ജന്മം കൊടുക്കാനായിട്ടാണ് ആ ദേവിയും മഹാദേവനും തമ്മിൽ ഒന്നാവാൻ പോകുന്നത്. ക്ലിയർ? ബാക്കി നാളെ രാവിലെ എടുത്തുതരാം. എനിക്ക് ഗസ്റ്റ് ഉണ്ട്, ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും ഇങ്ങനെ പെട്ടെന്ന് പോണ്ടി വരുമെന്ന് ചിന്തിച്ചില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ഗസ്റ്റാണ്. അവർ ആന്ധ്രയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യണ്ടേ? ഓക്കെ, നാളെ എടുത്തരാം, വിഷമിക്കണ്ട. ഉറപ്പായിട്ടും നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. കാരണം രാവിലത്തെ ക്ലാസ് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ സ്കന്ദപുരാണം തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത്രയും വലിയ ബുക്ക് തീരൂല. ഓക്കെ, സ്കന്ദപുരാണം തീരണമെങ്കിൽ രാവിലെയാണ്. നമ്മൾ എപ്പോഴും രാവിലെയും വൈകിട്ടും ക്ലാസ് എടുത്തേ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, ബാക്കി ക്ലാസ് നാളെ രാവിലെ എടുക്കാം. ഓക്കെ, നല്ല ത്രില്ലിങ്ങിൽ ഇരിക്കുകയായിരുന്നല്ലേ. എങ്ങനെയുണ്ട് സ്കന്ദപുരാണം ക്ലാസ്? വേഗം അഭിപ്രായം പറയൂ. ഇഷ്ടപ്പെട്ടോ? മനസ്സിലായോ? സ്കന്ദന്റെ ആളാണ് വന്നത് സ്കന്ദപുരാണം എടുക്കുമ്പോൾ. കഴിഞ്ഞ 2 വർഷമായിട്ട് വരാം എന്ന് പറയുന്ന ആളാണ്. മുരുകന്റെ ഏറ്റവും അടുത്ത ഭക്തൻ എനിക്ക് ഗസ്റ്റായി ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? കേൾക്കാൻ ഇഷ്ടമുണ്ടോ സ്കന്ദപുരാണം? ഇഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാവരും കൂപ്പുകയും. അതിലെന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും പറയാം. കിച്ചൂട്ടനതേ താങ്ക്സ് കേട്ടോളൂ. കിച്ചൂട്ട അശ്വതി മാതാജിയുടെ താങ്ക്സ് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ, നല്ലതായിരുന്നു. ബാക്കി കേൾക്കാൻ നല്ല ഇഷ്ടമുണ്ടല്ലേ? സൂപ്പർ, മനോഹരം, നല്ല ക്ലാസ് ആയിരുന്നു. സൂപ്പർ. ക്ഷമിക്കണം, ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ നാളെ രാവിലെ നമുക്ക് ക്ലാസ് എടുക്കാം. സാധിക്കുന്നവർ ലൈവിൽ വരിക, അല്ലാത്തവർ അത് പിന്നീട് എന്താ പറയുക കേൾക്കുക. സമാധാനത്തോടു കൂടി പിന്നീട് കേൾക്കുക. എനിക്കും സങ്കടമുണ്ട് നിങ്ങളെ വൈൻഡപ്പ് ചെയ്യിക്കുന്നതിൽ 1/2 മണിക്കൂർ കൊണ്ട്. പക്ഷെ നമുക്ക് നാളെ രാവിലെ എടുക്കാം. നാളെ രാവിലെ ഒരു 1 hour കഥ പറഞ്ഞുതരാം. എന്നിട്ട് ഫ്രീ ആകുമ്പോൾ നിങ്ങൾ ലൈവിൽ കേട്ടോളൂ. ഓക്കെ.
हरे कृष्णा सर्वम कृष्ण अर्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा पवन परेशन की जय ओम श्री मात्रे नमः हरो हर ഓക്കെ കാണാം കേട്ടോ രാവിലെ കാണാം